സാധാരണ ചിന്തിക്കാറുള്ള ഭാഗങ്ങളാണെങ്കിലും വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്നും 4 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ. പുസ്തകം തുറന്ന് വായിപ്പാനും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായതുകൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ ദിവസത്തെ കടന്നു വരുമ്പോൾ നമുക്ക് ഓർക്കുവാനുള്ളത് ജയം പ്രാപിച്ച കർത്താവിനെയാണ്. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ജയം പ്രാപിച്ചവനാണ്. ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ പിശാചിനാൽ അവൻ ജയം പ്രാപിച്ചു. ലോകത്തിൽ അവൻ ജീവിച്ചപ്പോൾ അവൻ ലോകത്തിന് മുമ്പാകെ ജയം പ്രാപിച്ചു. അവസാനമായി മരണത്തിലേക്ക് കടന്നുപോയപ്പോൾ മരണത്തിന് മുമ്പാകെ അവൻ ജയം പ്രാപിച്ചു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടത് മാത്രമല്ല, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അവൻ ജയം പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു വന്നുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ സ്തോത്രം ചെയ്തുകൊണ്ട് ജയം പ്രാപിച്ച കർത്താവിനെ വീണ്ടും നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. തുടർന്ന് നാം വായിക്കുന്നത്, ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ദീപികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു കണ്ടു. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്ക് നയിച്ചിരിക്കുന്ന 7 ദൈവമാർഗങ്ങൾ ആയ 7 കണ്ണുമുണ്ട്. ഞാനിവിടെ ഉദ്ദേശിക്കുന്ന കാര്യം, അറുക്കപ്പെട്ടതുപോലെ കുഞ്ഞാട് നിൽക്കുന്നത് കണ്ടു. സാധാരണ അറുക്കപ്പെട്ടതായിരിക്കുന്ന കുഞ്ഞാട് വീണ് കിടക്കുകയാണ്. എന്നാൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് മാത്രമല്ല, അവൻ നമ്മളെ വായിക്കുന്നത്, അവൻ ജീവനായ രക്തം മുഴുവനായി ഒട്ടിത്തന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. ആ കർത്താവ് ഇന്ന് അറുക്കപ്പെട്ടതുപോലെയാണ് സ്വർഗത്തിൽ നിൽക്കുന്നത്. ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന കർത്താവ് ഇന്ന് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന തോമാസിനോട് കർത്താവ് പറഞ്ഞു, നീ എൻ്റെ മുറിവുകൾ കാണുക. കർത്താവ് മുറിവുകളോടുകൂടിയാണ് സ്വർഗത്തിലിരിക്കുന്നത്. ഇന്ന് രാവിലെ നമുക്ക് ഓർത്തു വന്നത്, അവൻ മുറിവ് ഏറ്റവനായിരിക്കുന്ന കർത്താവ് ആ മുറിവുകളോടുകൂടിയാണ്. കൈമേലുള്ള മുറിവുണ്ട്, നിലാവിലുള്ള മുറിവുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത്. ഈ കർത്താവിനെ നമുക്ക് മഹത്വത്തോടെ ദർശിച്ചുകൊണ്ട് വീട് നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. അതിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പുസ്തകമാകുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. ഈ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ ദിവസങ്ങളിൽ വളരെ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ നമ്മുടെ കർത്താവിനെ ധ്യാനിക്കാം. അവൻ അർഹപ്പെട്ടതുപോലെ നിൽക്കുന്നു എന്ന വലിയ ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ നൽകട്ടെ. അവൻ ജയം പ്രാപിച്ചിരിക്കുന്ന കർത്താവാണ്. അവൻ്റെ സന്നിധിയിൽ നമുക്ക് സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ സഹായിക്കട്ടെ. ദൈവനാമം ഓർക്കുന്നതാണ്.